മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ നമുക്കിപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ വർഗീസ് പിപ്പന്നൂസ് ചേരുന്നുണ്ട്. ഡോക്ടർ വർഗീസ്, വെരി ഗുഡ് മോർണിംഗ്. എനിക്കറിയാം ഒരു ക്രൈസിസിലൂടെയാണ് മെഡിക്കൽ കോളേജും താങ്കളുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയും കടന്നു പോകുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ എല്ലാവിധമായിട്ടുള്ള സേവനങ്ങളെയും വിലമതിക്കുന്നതിനോടൊപ്പം ഗുരുതരമായ ഒരു വീഴ്ച ആ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു താങ്കൾ തന്നെ സമ്മതിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ക്രൈസിസിനെ നിങ്ങൾ ഓവർകം ചെയ്യുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, 12 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിൽ നമുക്കിങ്ങനെ ഇത്രയും അധികം ബ്ലോക്കുകളും വാർഡുകളും അവിടെ സർജറി ബ്ലോക്കും ഒക്കെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ കുറ്റകരമായൊരു വീഴ്ച സംഭവിച്ചിട്ടില്ലേ ഡോക്ടർ? നോക്കൂ, 2013 മുതലേ ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇതൊരു ആശുപത്രി കെട്ടിടമാണ്. സർജറി വിഭാഗം പ്രവർത്തിക്കുന്ന 10 ഓപ്പറേഷൻ തിയേറ്ററുള്ള 7-8 വാർഡുകൾ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. അവിടെ 100 കണക്കിന് 360 പരം IP ഉള്ള ബിൽഡിങ്ങാണ്. നമുക്കത് ഏതെങ്കിലും ഒരു കൃത്യമായ പഠനവും റിപ്പോർട്ടും ഇല്ലാതെ അത് പെട്ടെന്നൊരു ഡിമോളിഷ് ചെയ്യാനും പകരം സംവിധാനം ഉണ്ടാക്കാതെ അത് ഡിമോളിഷ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതെല്ലാം വളരെ കൃത്യമായ രീതിയിൽ തന്നെ ചെയ്തു. 2018 പുതിയൊരു ബിൽഡിങ്ങിനായിട്ടുള്ള ഒരു സാങ്ഷന് നമുക്ക് കിട്ടുകയും കോവിഡ് കാലം വന്ന് ഒരു 2 വർഷത്തോളം അത് നീണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പുതിയ ബിൽഡിങ് പൂർത്തിയാവാതെ 10 ഓപ്പറേഷൻ തിയേറ്റർ അടച്ച് 100 കണക്കിന് പേഷ്യൻസിനുള്ള സേവനങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഈ പഴയ ബിൽഡിങ്ങിൻ്റെ ബലക്ഷയം ഉണ്ടെങ്കിൽ പോലും റിട്രോഫിക്സേഷൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് വിദ്യയിൽ കൂടി അതിനെ ബലപ്പെടുത്തി സൂക്ഷിക്കാമെന്നുള്ള ഒരു അഭിപ്രായവും ഒരു സ്റ്റഡി ഏജൻസി നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് ഈ ഡിസംബർ മാസം 2024 ഡിസംബർ മാസത്തോടു കൂടിയാണ് ഈ ഡിമോളിഷൻ ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു മാർഗം എന്നുള്ള രീതിയിലുള്ള ഒരു ഫൈനൽ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. ഈ മെയ് മാസം നമ്മുടെ ഹോസ്പിറ്റൽ അക്കാഡമിക് കമ്മ്യൂണിറ്റിയെ നമുക്ക് ഇതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാര്യം നിങ്ങളല്ലല്ലോ അതിൻ്റെ ബലക്ഷയം തീരുമാനിക്കേണ്ടത്. അതെല്ലാം തീരുമാനിക്കേണ്ടത് മറ്റ് സർക്കാർ ഏജൻസികളാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം, അങ്ങ് തന്നെ നേരിട്ട് ഇതിൻ്റെ ബലക്ഷയം ബോധ്യപ്പെടുകയും അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതല്ലേ? കാര്യം അതിങ്ങനെ തുടരാൻ കഴിയില്ല എന്നുള്ള വിവരം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഇതിന് ഡിമോളിഷനുമായിട്ട് നമ്മൾ മുൻപോട്ട് പോവുകയും അവിടെ സുരക്ഷയ്ക്ക് വേണ്ട അഡീഷണലായിട്ടുള്ള ശ്രദ്ധ നമ്മളവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പുതിയ ബിൽഡിങ്ങിലേക്കുള്ള ഷിഫ്റ്റിംഗ് വളരെ വേഗത്തിലാക്കാൻ വേണ്ടി ഈ ജൂലൈ 31 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അതിലേക്കൊരു കൗണ്ട് ഡൗൺ, ഒരു ടൈം ലൈൻ ഇട്ട് ദിവസേന എന്നാലും ഞങ്ങളിത് മോണിറ്റർ ചെയ്ത് ഈ ഷിഫ്റ്റിംഗ് പ്രോസസ്സ് അവിടുന്ന് ഇവാക്വേഷൻ ആൻഡ് ഷിഫ്റ്റിംഗ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരവെയാണ് നിർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായി ഡോക്ടർ. ഈ 2021 ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് എന്നാണ് അറിയുന്നത്. അത് ഒരു എനിക്കൊന്ന് 2-3 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ NOC ഒക്കെ പല ബ്ലോക്ക് ഓഫീസുകളിൽ നിന്നും കിട്ടിയിട്ടുമുണ്ട് അല്ലേ? അതെ. പക്ഷെ പിന്നീട് എന്തായിരുന്നു ഒരു താമസം? കാരണം ഇന്നലെ വൈകുന്നേരം നമുക്ക് ഇവരെ മാറ്റാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ 1-2 മാസത്തിന് മുൻപ് തന്നെ മാറ്റാമായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഞാനതിന് വിശദീകരിക്കാം. കാരണം 95% മുകളിൽ ഈ കെട്ടിടത്തിൻ്റെ പണി തീർന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും സജ്ജമായ അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷേ മോഡുലാർ തിയേറ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ മോഡുലാർ രീതിയിൽ പൂർത്തീകരിക്കുമ്പോൾ അതിന് ഒരല്പം കൂടെ ഒരു ഫിനിഷിംഗ് വർക്കിൻ്റെ അവസാനത്തെ മിനുക്കുമണികളെന്ന് പറയുന്ന അതിൻ്റെ സുരക്ഷ, അണുബാധ തുടങ്ങിയ കാര്യങ്ങളും എല്ലാം ഉറപ്പാക്കുന്ന ഒരു ഫൈനൽ വർക്കാണ് നടന്നുകൊണ്ടിരുന്നത്. തിയേറ്റർ മാറ്റാതെ നമ്മൾ ഓപ്പറേഷന് വേണ്ടി കാത്തു നിൽക്കുന്ന പേഷ്യൻസും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പേഷ്യൻസുമാണ് ഈ സർജിക്കൽ ബ്ലോക്കിലുള്ളത്. ഓപ്പറേഷൻ തിയേറ്റർ പൂർത്തിയാക്കാതെ നമുക്കത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിരർത്ഥകമാണ് എന്ന് മാത്രമല്ല, പഴയ ഓപ്പറേഷൻ തിയേറ്റർ അവിടെ നിലനിർത്തി ഈ ബിൽഡിങ് പൊളിച്ചു കഴിയുമ്പോൾ വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു 2 സാധനത്തിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററും സർജിക്കൽ ബ്ലോക്കും പ്രവർത്തിക്കുന്നത് പ്രായോഗികമായിട്ട് അത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു 2-3 മാസത്തെ ഒരു ഗ്യാപ്പ് ഇവിടെ വന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പരമാവധി വേഗത്തിലാക്കാനായിട്ട് വിവിധ ഏജൻസികൾ സംയോജിച്ച് വേണം ഒരു മോഡുലാർ ഓപ്പറേഷൻ. അത് സിവിൽ വർക്ക് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അങ്ങേയറ്റം ഞങ്ങൾ കൂടെ നിന്ന് ഓരോ ദിവസവും ട്രാക്ക് ചെയ്തിട്ടാണ് ആ പ്രവർത്തനം മുന്നോട്ട് പോയി. ഒരു കാര്യം കൂടി ഡോക്ടർ, ഈ 10ാമത്തെ നിലയിലെ ടോയ്ലറ്റ് ബ്ലോക്കാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും മുകളിലത്തെ നിലയിൽ, കാര്യം അത് സർജറി കഴിഞ്ഞ് വരുന്ന അവിടുത്തെ ആളുകൾക്കും അവിടുത്തെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് തുറന്നു കൊടുത്തിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അത് തുറന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ടോ പ്രിൻസിപ്പൽ? 10ാം നിലയിലല്ല, 10ാം വാർഡ്. 10ാം വാർഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ 3ാം നിലയിലാണ്. 11ാം വാർഡ്. അതെ. 11-ും 14-ലെയും ടോയ്ലറ്റ് ബ്ലോക്കുകൾക്കാണ് സുരക്ഷാ ഭീഷണിയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അത് അറിഞ്ഞപ്പോൾ തന്നെ അത് 11-ഉം 14 അവിടെ പെട്ടെന്ന് തന്നെ
ഡിമോളിഷന് തീരുമാനിച്ചിരുന്ന ബിൽഡിംഗ് ആണെങ്കിൽ പോലും പുതിയ ടോയ്ലറ്റ് രോഗികളുടെ സൗകര്യത്തെ കണക്കാക്കി പുതിയ ടോയ്ലറ്റ് ബ്ലോക്കുകൾ 11-ാം വാർഡിലും 14-ാം വാർഡിലും നിർമ്മിച്ചിരുന്നു. അതാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതവിടെ ക്ലോസ് ചെയ്തിരുന്നു. 10-ാം വാർഡെന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ പണിതിരുന്ന ഒരു വാർഡാണ്. അവിടുത്തെ ടോയ്ലറ്റുകൾക്ക് ബലക്ഷയമുള്ളതായിട്ടോ മറ്റ് റിപ്പോർട്ടുകളോ കിട്ടാഞ്ഞുകൊണ്ട് അത് ആൾക്കാർക്ക് ചെറിയൊരു വാർഡാണ് 10-ാം വാർഡ്. ആ 10-ാം വാർഡിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായിട്ട് അത് ഉപയോഗത്തിൽ ഇരുന്നിരുന്നു. അവിടെയാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. അതാണ് അവിടെ സംഭവിച്ചത്. അപകട റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അപകടകരമായ സ്ഥിതിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ് ചെയ്യുകയും അത് അടച്ചിടുകയും പേഷ്യൻസ് അത് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഓക്കെ, ഒരു കാര്യം കൂടി, ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ ഒന്ന് വേണ്ടിയിരുന്നോ ഡോക്ടർ അവിടെ? കാര്യം അതിനുള്ള എന്തെങ്കിലും എക്സ്പേർട്ട് ഒപ്പീനിയൻ നിങ്ങൾക്ക് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ PWയുടെ ഭാഗത്തു നിന്നോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നോ? എങ്ങനെയാണ് ഈ ബലക്ഷയമുള്ള കെട്ടിടത്തിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്? ആശുപത്രിയുടെ തന്നേതായ ഒരു സുരക്ഷാ സംവിധാനമുണ്ട്. ആ സുരക്ഷാ സംവിധാനം ഞങ്ങൾ സേഫ്റ്റി റൗണ്ട്സ് നടത്താറുണ്ട്, സേഫ്റ്റി ഓഡിറ്റ് നടത്താറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലിഫ്റ്റുകൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരാൾക്കാർക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അടയ്ക്കുകയും അവിടെ വേണ്ടത്ര തടസ്സങ്ങൾ വെക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ഇന്നലെ വന്നിരുന്നു. അത് ബഹുമാനപ്പെട്ട മന്ത്രി അത് കളക്ടറുടെ അന്വേഷണത്തിനായിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അന്വേഷണത്തിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ല. ഇന്നിപ്പോൾ രാവിലെ മാധ്യമപ്രവർത്തകരെ ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ, അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് സേഫ്റ്റി പ്രോബ്ലം കൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരെന്നല്ല, ഞങ്ങൾ ഇന്നലെ പേഷ്യൻസിനെ മാറ്റിയതിന് ശേഷം ഡോക്ടർമാരുൾപ്പെടെയുള്ള ആൾക്കാർ പലരും വാർഡൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ഉപകരണങ്ങൾ കമ്പ്യൂട്ടറുകൾ എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ മാറ്റാനായിട്ട് മതിയായ സുരക്ഷ ഇല്ലാതെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ കയറ്റണ്ട എന്നുള്ളതാണ് നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് ആൾക്കാർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ ഒരു സുരക്ഷയെ കരുതിയാണ് അത്രയും ഭാഗമെല്ലാം നമ്മൾ കോർഡൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്വേഷണം കളക്ടറുടെ അന്വേഷണം വരുന്നു. അപ്പോൾ അവിടെ ആ അപകടം നടന്ന സ്ഥലമൊക്കെ അതേ രീതിയിൽ തന്നെ സൂക്ഷിക്കുകയോ അല്ലെ മറ്റൊരു മാറ്റങ്ങൾ അവിടെ വരുകയോ ചെയ്യാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ഏരിയ കോർഡൻ ഓഫ് ചെയ്തത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ വർഗീസ്. രാവിലെ പ്രതികരിച്ചതിന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ടെന്നറിയാം. തീർച്ചയായിട്ടും ഇത് ഡോക്ടർ കമ്മ്യൂണിറ്റിയുടെ മേലിൽ ഈ കുറ്റത്തെ നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. അത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി മറ്റൊന്നാണ്. അതിൽ ഈ ഡോക്ടർമാരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് മാത്രം. അവർക്ക് പലപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവായ ബർഡൻ കൂടി വരുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടുകളെ തന്നെയാണ് വെക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പ്രിൻസിപ്പളിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരുടെ മുന്നിൽ ഇത്രയും രോഗികൾ വരുന്നു, ഒരു കെട്ടിടം തയ്യാറാവുന്നില്ല, കെട്ടിടം തയ്യാറാവാൻ കാലതാമസം എടുക്കുന്നു, ആ രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു കാരണവശാലും ഈ ഡോക്ടർമാരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ 12 വർഷം ഒരു കെട്ടിടം ബലക്ഷയത്തോടു കൂടി പ്രവർത്തിച്ചു. അതാണ് അവിടുത്തെ കുറ്റകരമായ അനാസ്ഥ. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ബലക്ഷയം ഉണ്ടാവുന്നത്. 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നില്ല, അതിനുള്ള നീക്കങ്ങൾ തുടങ്ങുന്നു. പക്ഷേ അപ്പോഴും ആ കെട്ടിടം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ആലോചന, ബലപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചന. 2021 കെട്ടിടം നിർമ്മാണം തുടങ്ങുന്നു, 24 നിർമ്മാണം പൂർത്തിയാവുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ അടക്കം മാറ്റാനുള്ള നീക്കം. പക്ഷേ ഇവിടെയൊക്കെ കുറ്റകരമായ ഒരു വൈകൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും.